നമ്മളെ വീടിൻ്റെ കിഴക്ക് ഭാഗമെല്ലാം വൃത്തിയാക്കട്ടെ. കുറേയെല്ലാം വൃത്തിയാക്കി എന്നുണ്ട് ഇത്ര ഒരുപാട്. മഴയത്ത് എവിടെയും കൊണ്ടക്കാനും ആവില്ല, എല്ലാം ഇടിയാണ്. ഇതെല്ലാം ചോരയും ചെയ്യുന്നു, ഷീറ്റിട്ടിട്ടും എല്ലാം ചോരുന്നില്ലേ കൂടെയെല്ലാം. എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാട്ടെ. ഇന്ന് പണിക്കാരൊന്നുമില്ല, അവർ വിറയിലും ആയിപ്പോയി. ഇങ്ങനെയെല്ലാം ആക്കി വെച്ചതിന് പൈപ്പ് ഇട്ടിട്ടൊന്ന് കഴുകിയാലേ കുറച്ച് വൃത്തിയാവുമല്ലോ. എനിക്ക് പിന്നെ കുറച്ചായിട്ടെല്ലാം വൃത്തിയാക്കാം. ഇട്ട് മഴയത്താണി കൊണ്ടുവെക്കാനും കഴിയില്ലല്ലോ. തേങ്ങയെല്ലാം പറക്കി എന്തായി മൂടെ കൂട്ടിയാടെ മഴ നനയില്ല. എൻ്റെ ആവശ്യത്തിന് എടുത്തതിൻ്റെ ബാക്കി തേങ്ങയാണ് ഇങ്ങനെ പരക്കച്ചാടിയിട്ട് ഇല്ലേ. ഇത് മഴ കൊള്ളാണ്ട് വെക്കാനും കൂടെ സൗകര്യമില്ല. എല്ലാം പറക്കി കൂട്ടിയിട്ടുണ്ട്. ഇതൊന്ന് വെള്ളമടിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി വെക്കാം. ചോണ്ട് ഇതെല്ലാം വൃത്തിയാക്കണം. ഇനി കിണറിൻ്റെ അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി രണ്ടാമത് ആദ്യം കണ്ടുവന്നു. പൈപ്പ് എടുത്തിട്ട് വരാം. പൈപ്പ് തന്നെ ഉണ്ട്. പൈപ്പ് വലിച്ചിട വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ വൃത്തിയായില്ലേ. ഒരിക്കലെല്ലാം അടിച്ചു ഞാൻ. ഒന്നുകൂടെ ഒന്ന് കുനിയാൻ കഴിയുന്നില്ല, ചെറിയ മച്ചുണ്ട്. അത് വലിയ മച്ചിട്ട് മെല്ലെ ഒന്ന് നിന്നിട്ടിങ്ങനെ അടിക്കാൻ നോക്കാം. നമ്മളെ കടച്ചക്കലെല്ലാം കണ്ടത് അല്ലേ. നമ്മളെ ഇതെല്ലാം അമ്മേരെ കൈ തളരാൻ കാരണം ഇതല്ലത്. ഇതിൻ്റെയാണിത് എന്താ, ഇത് കടച്ചക്കല്ല് പലഹാരമാക്കുമ്പോൾ ഇതെല്ലാം നമ്മ ഉഴുന്നെല്ലാം അരച്ചിട്ട് കൈ തളർന്നു പോയത് ഇതെല്ലാം ഒരുപാട് വേണ്ട പലഹാരത്തിന്. പശുവും കറവും ഈ കൈ കൊണ്ട് തന്നെ പലഹാരമാക്കലും എല്ലാം ഒരു വിശ്രമമില്ല. രാത്രി ഉറക്കില്ല, രാത്രിയെല്ലാം പലഹാരമാക്കേണ്ടത് വിചാരിച്ചിട്ട് ഈ ആഴ്ചക്ക് ഒരു ദിവസം ശനി ഞായറെല്ലാം 5000 ഉണ്ണിയപ്പം ആക്കേണ്ടി വരും. അതിന് പുറമേ വേറെ പലഹാരം ആക്കേണ്ടി വരും. അതിങ്ങനെ ആർക്കെങ്കിലും ഓർഡർ വരുമ്പോൾ പിന്നെ സ്ഥിരം ഉണ്ടാക്കുന്നത് അതാക്കണം. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ മാത്രമാണ് ഇങ്ങനെല്ലാം ചേട്ടനും ഞാനും. ഇപ്പം ഇതൊന്നും ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എൻ്റെ ആ വേദന എനിക്കിപ്പോൾ അത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. എപ്പോൾ എനിക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ പണിയെടുക്കാൻ ആഗ്രഹമാണ്. കുറച്ച് കഴിയുമ്പം നമുക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. നടുവിൻ്റെ വേദന പോരാണ്ട് കൈ പറയാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു വേദനയാണത്. രാത്രി കിടക്കാനും ആവില്ല കൈ വെച്ചിട്ട്. രണ്ട് കൈ ഒരുപോലെ. ആദ്യം വലത്തെ കൈക്ക് വന്നു. രാത്രിയെല്ലാം ഞാൻ ഇരുന്ന് കരയലാണ്, നടക്കൽ കരയൽ മതിയായി. എനിക്ക് രാത്രി എന്തെല്ലോ തോന്നിപ്പോവും. അങ്ങനെയെല്ലാം ഉണ്ടായ സമയമുണ്ട്. ഈ വേദന കൊണ്ട് ക്യാൻസറിനും കൂടെ ഇങ്ങനത്തെ വേദനയില്ല. അങ്ങനെ ഒരു പിടിച്ച് പറിക്കുന്ന വേദന. എങ്ങനെയും കൈ അനക്കാനും പറ്റൂല, വെക്കാനും പറ്റൂല. ഡോക്ടറിനെ പറഞ്ഞ് ഇത് മാറുമൊന്നും ചെയ്യില്ലാന്ന്. പക്ഷേ എനിക്കിപ്പം വലത്തെ കൈ ശരിയായി. ഇടത്തെ കൈയുടെ വേദന എന്നാലും ആ പിടിച്ച് പറിക്കുന്ന വേദന ഇല്ല. പക്ഷേ കിടക്കുമ്പോൾ ഇടത്തെ കൈ വേദനയുണ്ട്. ഇപ്പം എനിക്ക് എല്ലാം ഇങ്ങനെ ഞാൻ എന്തെല്ലാം എടുത്ത് കാണുന്നില്ല. കാണാൻ വേണ്ടി ഞാൻ എന്തെല്ലാം വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒന്നും പറ്റൂടാന്ന് വെച്ചിട്ട് നമ്മൾ കിടന്നു പോയാലേ എല്ലാം നമുക്ക് ആവുമെന്ന് നോക്കൽ. ഇവന് ഇത്രയും വയസ്സായില്ലേ, ഇനിയത്തേൽ പോയാലും സാരമില്ല. ഇപ്പം ഞാനിങ്ങനെ എന്തോ ഇങ്ങനെ ഒരു പിന്നെ നമ്മൾ എപ്പോൾ എടുക്കുന്നതല്ലേ, നമുക്ക് ഇതെല്ലാം കാണുമ്പം ഇതെല്ലാം ഒന്നെല്ലാം എടുത്ത് വൃത്തിയാക്കണം എന്നുള്ളൊരാഗ്രഹം. എന്ത് ചെയ്യണ്ടേ. വലുത് ഇടത്തെ കൈയും കൂടെ അതിന് പറ്റിപ്പോയത് ആദ്യം ഇടത്തെ കൈക്ക് ഉണ്ടായിട്ടേ ഇല്ല, വലത്തെ കൈക്ക്. അപ്പോൾ എല്ലാം ഞാൻ ഈ ഇടത്തെ കൈ കൊണ്ടാണ് എടുത്തത്. അത് നല്ല ബാൻഡേജെല്ലാം ഇട്ടിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ബാൻഡേജെല്ലാം ഇട്ടിട്ട് കൈ കെട്ടി തൂക്കിയിട്ട് കഴുത്തിന് കെട്ടിയിട്ടില്ലാന്നുണ്ടായിന്. അങ്ങനെ അത് മാറുന്നതിന് മുമ്പേ ഇടത്തെ കൈക്കുമായി, രണ്ട് കൈക്കുമായി. പിന്നെ രണ്ടും പൊന്താണ്ടായി. എല്ലാന്ന് ഓരോ രോഗം വന്നു പോയാൽ അത് ചെയ്യണ്ടേ. എന്നാലും എത്രയോ വിജയമാണ്. ഞാനെടുത്ത പോലെയൊന്നും ഇനി ഒരാളും
ഒരാളും എടുത്തിട്ടുണ്ടാവില്ല. ഒരു 10 മിനിറ്റ് കളയാണ്ട് ചെറുപ്പം മുതലേ. എന്നിട്ടും ഇങ്ങനെ ഉണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. മനസ്സിൽ നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് പറ്റും. അതിൻ്റെ തെളിവ് തന്നെ ഇതല്ല. മറ്റാരും ചെയ്യാനുമില്ല. പോകുന്നവർക്ക് ഇതൊന്നും ആവില്ലല്ലോ. അല്ല ഇങ്ങനെ ആളില്ലാതെ പോലെ തന്നെ അല്ലേ. ഇതെല്ലാം ഇനി കുറച്ച് നേരം അലം മണങ്ങേണ്ടതല്ലേ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും വൃത്തിയാക്കട്ടെ. ഇതെല്ലാം ഇവിടുന്ന് മാറ്റണം. കറിക്കുരിക്കുന്നതാണ് നല്ലത് അല്ലേ. കറിക്കുരിച്ച തേങ്ങ ശരിയായതല്ല. അല്ലേ ഞാനെല്ലാം നല്ല വൃത്തിയാക്കാൻ ഒന്നും കൂടെ അടിച്ചിട്ടല്ല. വൃത്തിയാക്കാൻ 5 മതി കേട്ടാ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇങ്ങനെ ഞാൻ നിങ്ങളെല്ലാണ്ട് പിന്നെ ആരെ കാണിക്കേണ്ടതല്ല. ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇത്ര പോലും ആരോഗ്യം വരുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. തീരെ കിടന്ന് ഞാൻ ഇത്രയെല്ലാം ഞാനായില്ലേ. നിങ്ങൾക്കും കൂടെ ഒരു സന്തോഷമാവട്ടെ. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് നിങ്ങൾ ഇത് കാണണ്ടേ. നല്ല വെയിലാണ് അതാണ്ടല്ലേ. പൈപ്പ് ഇവിടെ അതാണ്ടല്ലേ. മുമ്പേത്തത് പൊട്ടിപ്പോയി. ഞങ്ങൾ കാലരടുത്ത് അങ്ങോട്ട് ആക്കിയത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് കിടക്ക് വെച്ചു. പൈപ്പെല്ലാം JCB വന്നിട്ട് പൊട്ടിപ്പോയി. പഴയതല്ലേ അതാണ്ടല്ലേ. അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു മുമ്പേത്തത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നേരെ എടുക്കാമല്ലോ. ഇവിടെയെല്ലാം വെള്ളം ഒഴിക്കാനെല്ലാം എനിക്കിങ്ങനെ ഇവിടുന്നെല്ലാം മീനെല്ലാം വെള്ളം അടിക്കാൻ നല്ല സുഖമല്ലേ അല്ലേ. എല്ലാം രാമരേട്ടൻ വന്നിട്ടുള്ള ഇതെല്ലാം വൃത്തിയാക്കി ഇടുകയെല്ലാം അല്ലേ. ഇനി തെങ്ങിനെല്ലാം വാരിയിടണം. അത്രേ തടം തുറന്ന് വെച്ചു. ഞാൻ പുറത്തേക്ക് ഇട്ടതും നമ്മൾ പറിച്ച പുല്ല് കാടും എല്ലാം അതിന് വാരിയിട്ട് കൊടുക്കണത്. കുറച്ചായിട്ട് വാരിയിട്ട് കൊടുക്കുക. എന്നാലേ മൂടാൻ വരുള്ളൂ. അത്രയാവുള്ളൂ. എനിക്ക് കിടക്കണം കുറേ സമയം. എന്നാൽ ശരിയാവും. നടു ഒന്ന് അനങ്ങുമ്പോൾ കുറച്ച് ആരും കാണാനില്ലല്ലോ. അതുകൊണ്ട് സമാധാനം. കഴിയുമ്പോൾ അങ്ങ് എടുക്കുക. എന്നാലും സന്തോഷമല്ലേ.